അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വരുന്ന ചോദ്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ അബ്രോഡ് പോയാൽ നമ്മുടെ ഓൺ കൾച്ചർ പ്രിസർവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഹലോ, വെൽക്കം ബാക്ക് ടു എൻട്രി IELTS ആൻഡ് PT. 2025 IELTS ആൻഡ് PT ടെസ്റ്റ് എഴുതാൻ പോകുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തേത്. കാരണം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള 100% വരാൻ സാധ്യതയുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ എക്സാം എഴുതാനായിട്ട് എക്സാം സെൻറ്ററിലൊക്കെ പോയി ഇരിക്കുമ്പോൾ ഒരു പരിചയമില്ലാത്തൊരു ടോപ്പിക്ക് ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ടോ സ്പീക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും പതറിപ്പോകും അല്ലേ, പെട്ടെന്നൊന്നും പാനിക് ആവും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ഈ വീഡിയോ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒട്ടും വൈകാതെ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കാണ് ടെക്നോളജി ആൻഡ് AI. ഇപ്പോൾ 2025 AI ഒക്കെ ഇത്രയും ഡെവലപ്പ് ആയ സ്ഥിതിക്ക് IELTS ആൻഡ് PT ടെസ്റ്റിൽ ഉറപ്പായിട്ടും AI റിലേറ്റഡ് ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റീസെൻ്റ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഡു യു തിങ്ക് AI വിൽ റീപ്ലേസ് ടീച്ചേഴ്സ്? അപ്പോൾ ഇതുപോലത്തെയൊക്കെ ചോദ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്പീക്കിങ്ങിലും റൈറ്റിങ്ങിലും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പാനിക് ആവാതെ അത് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് കുറച്ചെങ്കിലും ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു AI എന്ന് പറയുമ്പോൾ ഓട്ടോമേഷൻ ആൻഡ് സ്മാർട്ട് ഡിവൈസസ്, ChatGPT ആൻഡ് AI ടൂൾസ്, ഇതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും AI പറ്റി ഒന്ന് വായിക്കുക. AI പറ്റി കിട്ടുന്ന ആർട്ടിക്കിൾസ് ഗൂഗിളിൽ പോയി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള AI ടൂൾസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ChatGPT, Gemini എന്നൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊക്കെ AI ടൂൾസ് ആണ്. അപ്പോൾ ഇപ്പോൾ പോപ്പുലർ ആയിരിക്കുന്ന ഇതുപോലത്തെ AI ടൂൾസ് ഏതൊക്കെയാണ്, എന്തിനൊക്കെയാണ് നമ്മൾ ഡെയിലി ലൈഫിൽ AI ടൂൾസ് ഉപയോഗിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെ പറ്റി കുറച്ചെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അതിനെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ ടൂൾസിന്റെ പേരൊക്കെ ഒന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് എക്സാമ്പിൾസ് കൊടുക്കാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ വൊക്കാബുലറി, അതായത് ടെക്നോളജി ആൻഡ് AI റിലേറ്റഡ് വൊക്കാബുലറി പഠിക്കുന്നതും വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പോൾ ഇന്നൊവേഷൻ, ഡിജിറ്റൽ ലിറ്ററസി, ഹ്യൂമൻ വേഴ്സസ് AI, ഇതൊക്കെ നമുക്ക് ടോപ്പിക് സ്പെസിഫിക് വൊക്കാബുലറി ആയിട്ട് ഈ AI റിലേറ്റഡ് ടോപ്പിക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നാലായിട്ട് യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്, ടെക്നോളജി ആൻഡ് AI. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ഡിബേറ്റ്സ് അല്ലെങ്കിൽ ഡിസ്കഷൻസ് ഒക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് IELTS ആൻഡ് PT ടെസ്റ്റിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഈ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് നമുക്ക് വരാറുണ്ട്. അപ്പോൾ റീസെന്റ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഷുഡ് ദ ഇൻഡിവിജ്വൽസ് ഓർ ഗവൺമെന്റ് ഡു ടു പ്രൊട്ടക്ട് ദി എൻവയോൺമെന്റ്? ഇത് രണ്ടായിട്ടും വരാം, ഇൻഡിവിജ്വൽസ് റിലേറ്റഡും വരാം, ഗവൺമെന്റ് റിലേറ്റഡും വരാം. അതായത് ക്ലൈമറ്റിന് വേണ്ടി അല്ലെങ്കിൽ എൻവയോൺമെന്റിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്പീക്കിങ്ങിലും റൈറ്റിങ്ങിലും ഇത് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഐഡിയാസ് നമ്മുടെ മനസ്സിൽ വേണം. സോ ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പോൾ എന്തൊക്കെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ, ഇതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ ഇത് റിലേറ്റഡ് വൊക്കാബുലറി, കാർബൺ ഫുട് പ്രിന്റ്, എക്കോ ഫ്രണ്ട്ലി, അതുപോലെ തന്നെ ക്ലൈമറ്റ് ആക്ഷൻ, ഇതൊക്കെ എന്താണ്? ടോപ്പിക് സ്പെസിഫിക് വൊക്കാബുലറിയാണ്. നിങ്ങൾക്ക് അറിയാലോ, ഈ IELTS ആൻഡ് PT ടെസ്റ്റിൽ ഏത് ടോപ്പിക് ആണോ നമുക്ക് കിട്ടുന്നത് ആ ടോപ്പിക് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് വൊക്കാബുലറിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇത്തരം വാക്കുകൾ, ടോപ്പിക് സ്പെസിഫിക് വൊക്കാബുലറിയും കൂടെ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ തന്നെ വളരെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ അല്ലേ? നമ്മളൊക്കെ തന്നെ ഇപ്പോൾ കുറേ അധികം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, കുറേ പേര് ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു മാറ്റം നമുക്ക് എന്ത് ചെയ്യാനും IELTS ആൻഡ് PTയിലും വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക് റിലേറ്റഡും വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾസിൽ മെൻ്റൽ ഹെൽത്തിനെ പറ്റി പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് റിലേറ്റഡ് വൊക്കാബുലറി നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത്, ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പിക് റിലേറ്റഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസ്, അതെങ്ങനെ നമ്മുടെ
ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നു, മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നു, ഫിസിക്കൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നു, ഡയറ്ററി ചേഞ്ചസ് എന്തൊക്കെ ആൾക്കാർ വരുത്തുന്നു, ഇത്തരം കാര്യങ്ങളെ പറ്റി ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഓൾസോ ഈ പറഞ്ഞ ടോപ്പിക് റിലേറ്റഡ് വൊക്കാബുലറി, നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകൾ മതി, ഒരുപാട് വലിയ വലിയ വാക്കുകൾ പഠിക്കേണ്ട, നിങ്ങൾക്ക് പരിചയമുള്ള ഉപയോഗിക്കാൻ എളുപ്പമുള്ള കുറച്ച് ടോപ്പിക് റിലേറ്റഡ് വാക്കുകൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക്. ഇത് പുതിയ ടോപ്പിക് ഒന്നുമല്ല, പഴയ ടോപ്പിക്കാണ്. എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക് റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ IELTS-ലും PT-യിലും സ്ഥിരമായി ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്. പക്ഷേ 2025 നോക്കുമ്പോൾ ഇതിന്റെ ചോദ്യത്തിന്റെ സ്റ്റൈലിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ വർക്ക് എന്ന് പറയുമ്പോൾ പഴയ ജോലിയുടെ സ്റ്റൈലല്ല ഇപ്പോഴത്തെ ജോലിയുടെ സ്റ്റൈൽ അല്ലേ. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ഇതൊക്കെ ഒരുപാട് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഫ്രീലാൻസിങ് അല്ലെങ്കിൽ ഇപ്പോൾ ട്രഡീഷണൽ ജോബ് അല്ലെങ്കിൽ ട്രഡീഷണൽ വർക്ക് സ്റ്റൈൽ വേഴ്സസ് വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വേഴ്സസ് ഫ്രീലാൻസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെയൊക്കെ കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈയിടയ്ക്കായിട്ട് കണ്ടുവരുന്നുണ്ട് സ്പീക്കിങ്ങിലും റൈറ്റിങ്ങിലും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ നേരിടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ജോബ് റിലേറ്റഡ് അല്ലെങ്കിൽ കരിയറിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്, എന്താണ് ഈ ഫ്രീലാൻസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഏതൊക്കെ ഫ്രീലാൻസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ചുറ്റിനും ഉണ്ട്, അതുപോലെ വർക്ക് ഫ്രം ഹോം എത്രത്തോളം ഇപ്പോൾ പോപ്പുലർ ആണ്, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്, ഇതൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വൊക്കാബുലറി, ഇപ്പോൾ വർക്ക് ഫ്രം ഹോം എന്താണ്, ഫ്ലെക്സിബിൾ ആണ് എന്നൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ, ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ കംഫർട്ട്, ഇത്തരം വാക്കുകളൊക്കെ നമ്മൾ ഈ തരം ടോപ്പിക്സിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ടോപ്പിക് സ്പെസിഫിക് വൊക്കാബുലറിയും കൂടെ ഈ എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക് റിലേറ്റഡ് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ് കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി. ഇതും പഴയ ടോപ്പിക് ആണ്, എന്നാലും ഇപ്പോൾ ഇതിന് കുറച്ച് വ്യത്യാസങ്ങൾ, കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻസിന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ കൾച്ചറൽ ഫൈറ്റ്സ് ഒക്കെ ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ അബ്രോഡ് നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യത്തോട്ടും മൈഗ്രേഷനും കാര്യങ്ങളും ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഒബ്വിയസ്ലി പല മൾട്ടിപ്പിൾ കൾച്ചേഴ്സ് തമ്മിൽ വഴക്കുകൾ നടക്കാറുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ കാനഡയിലൊക്കെ ഓണപരിപാടി നടക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് പരിപാടികളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വരുന്ന ചോദ്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ അബ്രോഡ് പോയാൽ നമ്മുടെ ഓൺ കൾച്ചർ പ്രിസർവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്കിപ്പോൾ വരാറുണ്ട് അല്ലെ. ഷുഡ് പീപ്പിൾ മെയിൻറ്റെയിൻ ദെയർ കൾച്ചർ വെൻ ദേ മൂവ് അബ്രോഡ്, ഇതൊരു റീസെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് റിലേറ്റഡ് വാക്കുകൾ പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൾച്ചറൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഗ്ലോബൽ ഐഡന്റിറ്റി, ഹെറിറ്റേജ്, ഇത്തരം വാക്കുകൾ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് വൊക്കാബുലറിയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മൈഗ്രേഷൻ, കൾച്ചറൽ എക്സ്ചേഞ്ച്, പ്രിസർവിങ് ട്രഡീഷൻസ് അബ്രോഡ്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ നിങ്ങളുടെ ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ പറയേണ്ടി വരുമ്പോൾ ഇത്തരം ആർഗ്യുമെന്റ്സ് നിങ്ങളെ സഹായിക്കും. സോ നമ്മളുടെ റീസെന്റ് IELTS അല്ലെങ്കിൽ PT ക്വസ്റ്റ്യൻസിൽ, എസ്പെഷ്യലി IELTS സ്പീക്കിങ്ങിൽ വന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡു യു തിങ്ക് AI ഈസ് മേക്കിംഗ് പീപ്പിൾ ലെസ് ക്രിയേറ്റീവ്, ഇത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഹൗ ക്യാൻ യങ് പീപ്പിൾ കോൺട്രിബ്യൂട്ട് ടു പ്രൊട്ടക്ടിങ് ദി എൻവയോൺമെന്റ്, അല്ലെങ്കിൽ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ലേൺ അബൌട്ട് അതർ കൾച്ചേഴ്സ് ഇൻ സ്കൂൾ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും പാനിക് ആവരുത്. ഓക്കെ, ഇപ്പോൾ എന്താണ് ഇപ്പം AI എങ്ങനെയാണ് ആളുകളെ ക്രിയേറ്റീവ് അല്ലാതാക്കുന്നത്, ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഒബ്വിയസ്ലി ഈ ടെസ്റ്റുകളൊന്നും നിങ്ങളുടെ നോളജ് അല്ല ടെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എത്ര അറിവുണ്ടെന്നുള്ളതല്ല ടെസ്റ്റ് ചെയ്യുന്നത്, അതവിടെ ഒരു മാറ്ററേ അല്ല. നിങ്ങൾ എത്ര നന്നായിട്ട് ആ ലാംഗ്വേജ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാര്യം. പക്ഷേ ലാംഗ്വേജ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ കുറച്ച് ഐഡിയാസ് വേണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല ലാംഗ്വേജിലൂടെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്തരം ടോപ്പിക്സ്, അതായത് ഇപ്പോൾ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് അവയർനെസ് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 5 ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടേ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയേ ഇല്ല എന്നാണെങ്കിൽ ഇന്ന് തന്നെ അതിനെ പറ്റിയിട്ടൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് ഗൂഗിളിൽ പോയി ഒന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ChatGPT-യിൽ പോയിട്ട് ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഒന്ന് അടിച്ചു കൊടുക്കുക. സോ ദാറ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവും എന്താണ് ആ ഒരു സംഭവം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്, ഇതിനെ പറ്റിയിട്ടൊന്ന് അപ്ഡേറ്റഡ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ടോപ്പിക്സിനെ പറ്റിയിട്ടൊക്കെ വായിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എക്സാമ്പിൾസ് പഠിക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. പിന്നെ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്
വൊക്കാബുലറി. ഏത് ടോപ്പിക് വന്നാലും ആ ടോപ്പിക് റിലേറ്റഡ്, ഇപ്പൊ ഞാൻ കാണിച്ചു തന്നില്ലേ ഓരോ ടോപ്പിക് റിലേറ്റഡും വാക്കുകൾ, അത്തരം ടോപ്പിക് സ്പെസിഫിക് വൊക്കാബുലറി യൂസ് ചെയ്യേണ്ടത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ ടോപ്പിക് വായിക്കുമ്പോഴും ആ ടോപ്പിക് റിലേറ്റഡ് നല്ല കുറച്ച് വാക്കുകൾ, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എളുപ്പമുള്ള കുറച്ച് വാക്കുകളും കൂടെ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.